നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാലിദ്വീപ് പണി ഇരന്നു വാങ്ങിയിരിക്കുകയാണ്. ഇന്ത്യ വളരെ വലിയ രീതിയിലാണ് മാലിദ്വീപിനെ സഹായിച്ചുകൊണ്ടിരുന്നത്. മാലിദ്വീപിനെ സഹായിക്കുന്ന നിരവധി രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. പക്ഷേ ഈ ഇടയ്ക്ക് സംഭവിച്ച ചില കാര്യങ്ങൾ, പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനം, അദ്ദേഹം ട്വിറ്ററിൽ പങ്കുവച്ച ഒരു ഫോട്ടോ, അതിന് പിന്നാലെ പ്രധാനമന്ത്രിയെ അപമാനിച്ചുകൊണ്ട് മാലിദ്വീപ് മന്ത്രിമാർ രംഗത്ത് വന്നത്, ഇതൊക്കെ വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ച സംഭവങ്ങളാണ്. അതിനെല്ലാം പിന്നാലെ മാലിദ്വീപിന് മുട്ടം പണി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ബജറ്റിലൂടെയാണ് ഈ കാര്യം കൂടുതൽ വ്യക്തമായത്. മാലിദ്വീപിനെ ഇന്ത്യ പൂർണ്ണമായും ഒഴിവാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നിലവിൽ നൽകി വന്ന സഹായങ്ങൾ 22% വെട്ടിക്കുറയ്ക്കുക എന്ന തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മാലിദ്വീപിന്റെ പ്രധാന സഹായ പങ്കാളിയായി ഇന്ത്യ മാറിയിരുന്നു. പ്രതിരോധം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യം എന്നീ മേഖലകളിൽ ഇന്ത്യ വലിയ സഹായങ്ങൾ മാലിദ്വീപിന് നൽകിയിരുന്നു. മാലിദ്വീപിന്റെ വികസനത്തിനായി ഇന്ത്യ 600 കോടി വരെ അനുവദിച്ചു. വിദേശ രാജ്യങ്ങൾക്ക് രാജ്യം നൽകുന്ന മൂന്നാമത്തെ വലിയ സഹായമായി ഇത് മാറി. 2022-23 സാമ്പത്തിക വർഷത്തിൽ മാലിദ്വീപിന്റെ സഹായത്തിനായി 183 കോടിയായിരുന്നു അനുവദിച്ചത്. എന്നാൽ പിന്നീട് ഇത് 300 കോടിയായി ഉയർത്തി. എന്നാൽ 2023-2024 സാമ്പത്തിക വർഷത്തിൽ മാലിദ്വീപിന് സഹായമായി ഇന്ത്യ അനുവദിച്ചത് 770.90 കോടി രൂപയുമായിരുന്നു. മാലിദ്വീപിന് മാത്രമല്ല, വരുന്ന സാമ്പത്തിക വർഷം മറ്റ് വിദേശ രാജ്യങ്ങൾക്കും നൽകി വരുന്ന സഹായം 10% ഇന്ത്യ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്തിനായി ഇന്ത്യ മാറ്റിവെച്ചിരിക്കുന്നത് 4883.56 കോടി രൂപയാണ്. എന്തായാലും ഇത്തരത്തിലാണ് ഇന്ത്യ പുതിയ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ചില രാജ്യങ്ങൾക്കടക്കം ഇന്ത്യ ഈ ഒരു സാമ്പത്തിക സഹായം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അതേസമയം മാലിദ്വീപിലെ സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. മാലിദ്വീപിൽ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായി പ്രതികരിക്കുകയുണ്ടായി. പ്രസിഡന്റ് മുഹമ്മദ് മുയൂസ് ഇന്ത്യയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഔദ്യോഗികമായി മാപ്പ് പറയണമെന്നൊരു ആവശ്യം പ്രതിപക്ഷത്തെ ജംഹൂരി പാർട്ടി നേതാവ് ഖാസിം ഇബ്രാഹിം ഉന്നയിക്കുകയുണ്ടായി. ചൈനയുമായി വലിയ ചങ്ങാത്തം കൂടുന്ന മുഹമ്മദ് മുയൂസു ഇന്ത്യയോട് മോശമായി പെരുമാറുന്നു എന്ന വിലയിരുത്തലുകൾക്കിടയിലായിരുന്നു ഇങ്ങനെ ഒരു ആവശ്യം മുഹമ്മദ് മുയൂസ് ഉന്നയിച്ചത്. രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് മുഹമ്മദ് മുയൂസിനെതിരെ ഉയർന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് മാപ്പ് പറയണം, ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ വിള്ളൽ ഇല്ലാതാക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഖാസിം ഇബ്രാഹിം ഉന്നയിക്കുകയുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിന് പിന്നാലെ മുയൂസു ക്യാബിനറ്റിലെ 3 പേർ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തി. ഇത് വലിയ വിവാദമായി മാറി. ഗവേഷണത്തിനെന്ന പേരിൽ പുറപ്പെട്ട ചൈനീസ് ചാരക്കപ്പലിന് മാലിദ്വീപ് തീരത്ത് നങ്കൂരമിടാൻ മുയൂസു അനുമതി നൽകിയത് ഇന്ത്യയെ പ്രകോപിപ്പിക്കാനാണെന്നായിരുന്നു വിലയിരുത്തൽ. നയതന്ത്ര തർക്കത്തിനൊടുവിൽ ഇന്ത്യൻ വിമാനത്തിന് മുയൂസു അനുമതി നിഷേധിച്ചു. അതുകൊണ്ട് തന്നെ 14കാരൻ ചികിത്സ കിട്ടാതെ മരിച്ചതായും ആരോപണമുയർന്നു. പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള MDPയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ കക്ഷികൾ മുയൂസുവിനെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്നു. ഇതിനായി MPമാരുടെ ഒപ്പുശേഖരണം വരെ തുടങ്ങിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.